ഡിവോഴ്സ് എന്ന് പറഞ്ഞ വാക്കിനെ ഭയങ്കര നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. ഭയങ്കര ടോക്സിക്കായി മാറും, ഭയങ്കര ടോക്സിക് റിലേഷൻഷിപ്പായി മാറി ഇങ്ങോട്ടും കണ്ടുകൂടാ. പക്ഷെ വീർപ്പ് മുട്ടി ജീവിക്കുന്ന സിറ്റുവേഷൻ അതൊക്കെ ആലോചിക്കുമ്പോൾ അതാണ് ഹെവി നെഗറ്റിവിറ്റി. ഈ ഇക്വേഷനിൽ ഒരു വിവാഹ ജീവിതത്തിൽ കുട്ടികളുണ്ടെങ്കിൽ ഇത് വളരെ ഡിഫറെൻറ്റ് ഡിസിഷൻ ആയിരിക്കും. ഞങ്ങൾക്ക് ആ ഒരു ഇഷ്യൂ ഇല്ലാത്തത് കൊണ്ട് ഇറ്റ് വാസ് എ വെരി ഡിഫറെൻറ്റ് ഡിസിഷൻ. ആക്ച്വലി ഒരു വളരെ കോൺഷ്യസ് ഡിസിഷനാണ്. എന്തോ തല്ല് കൂടിയിട്ട് രണ്ടുപേര് പിരിയുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും അല്ല. ആക്ച്വലി ഇരുന്ന് സംസാരിച്ച് ഡിസ്കസ് ചെയ്തിട്ട് അല്ലേ നല്ലത്. അത് ഭയങ്കര റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു ഡിസിഷനാണ്. അതേസമയത്ത് ഇപ്പോൾ എത്രയോ ആൾക്കാർ അൺഹാപ്പി മാരേജസിൽ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. ക്ഷമയല്ല, അതിന് വേറെ ലെവൽ സ്കില്ല് വേണം. ചേച്ചിയുടെ ഡിവോഴ്സിന്റെ സ്റ്റോറി ഭയങ്കര ഫണ്ണായിട്ട് പറയുന്നുണ്ട്. ഞാൻ സീരിയസ്ലി 2-3 തവണ ഷോർട്സ് ഇരുന്ന് കണ്ടു. ചേച്ചി എന്ത് രസമായിട്ട് അതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കണേന്ന്. അത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു സംഭവമല്ലേ? അതെ, അത് ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ നല്ല മെമ്മറീസിലുള്ളൊരു കാര്യമാണ്. ഓക്കെ. പക്ഷെ ഞാൻ ശരിക്കും ചോദിക്കാം, എത്രയൊക്കെ വന്നാലും ചേച്ചി അത്രയും ഹാപ്പി ആയിരുന്നു ആ ഒരു ടൈമിൽ? നിങ്ങൾ ലൈക്ക് അങ്ങനെ ആവണ ടൈമിൽ ഹാപ്പി ആയിരുന്നു എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഒരു വളരെ കോൺഷ്യസ് ഡിസിഷനാണ്. എന്തോ തല്ല് കൂടിയിട്ട് രണ്ടുപേര് പിരിയുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും അല്ല. അത് ആക്ച്വലി ഇരുന്ന് സംസാരിച്ച് ഡിസ്കസ് ചെയ്തിട്ട് അതല്ലേ നല്ലത് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നൊരു തീരുമാനമാണ്. അതിൽ യാതൊരു ഇറ്റ്സ് നോട്ട്, അതായത് എല്ലാവരും ഈ ഡിവോഴ്സ് എന്ന് പറഞ്ഞ വാക്കിനെ ഭയങ്കര നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. അല്ല, ഇതിപ്പോ നെഗറ്റീവ് എന്ന് കുറേ പേര് പോസിറ്റീവായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതിനകത്ത്. ഇപ്പൊ കമന്റ്സ് ഒക്കെ എടുത്ത് ബിക്കോസ് അത് ഭയങ്കര റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു ഡിസിഷനാണ്. അതേസമയത്ത് ഇപ്പോൾ എത്രയോ ആൾക്കാർ അൺഹാപ്പി മാരേജസിൽ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. ഭയങ്കര ടോക്സിക്കായി മാറും, ഭയങ്കര ടോക്സിക് റിലേഷൻഷിപ്പായി മാറി ഇങ്ങോട്ടും കണ്ടുകൂടാ. പക്ഷെ വീർപ്പ് മുട്ടി ജീവിക്കുന്ന സിറ്റുവേഷൻ അതൊക്കെ ആലോചിക്കുമ്പോൾ അതാണ് ഹെവി നെഗറ്റിവിറ്റി. സോ അതിൻ്റെ ആൾക്കാർ എന്തിനാ വെച്ചോണ്ടിരുന്നേന്ന് പിന്നെ അല്ലേ? അതെ, എനിക്ക് തീർച്ചയായിട്ടും അത് നമ്മുടെ ലൈഫിലെ എല്ലാ കാര്യത്തിനെയും ബാധിക്കും. നമ്മൾ മൊത്തത്തിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരാളായി മാറും. അപ്പോൾ അതിൻ്റെ ആവശ്യം എന്താണ്? അതാണ് എനിക്ക് തോന്നിയത്. അല്ല, ഞാൻ ചോദിക്കുകയാണ്, ആൻഡ് എസ്പെഷ്യലി എനിക്ക് പറയുമ്പോൾ ഈ ഇക്വേഷനിൽ ഒരു വിവാഹ ജീവിതത്തിൽ കുട്ടികളുണ്ടെങ്കിൽ ഇത് വളരെ ഡിഫറെൻറ്റ് ഡിസിഷൻ ആയിരിക്കും. ഞങ്ങൾക്ക് ആ ഒരു ഇഷ്യൂ ഇല്ലാത്തത് കൊണ്ട് ഇറ്റ് വാസ് എ വെരി ഡിഫറെൻറ്റ് ഡിസിഷൻ. രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ എടുക്കുന്ന ഒരു തീരുമാനം. സോ വി ക്യാൻ കണ്ടിന്യൂ ടു ബി ഫ്രണ്ട്സ്. അപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ ഇതിന്റെ കംപ്ലീറ്റ് കോംപ്ലിക്കേഷന്റെ ലെവലൊന്നും എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ഞാൻ പറയാനും ആളല്ല. അല്ല, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചി മേ ബി കുറച്ചും കൂടെ ഒന്ന് നല്ലോണം തിങ്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും. അല്ല, അതും വളരെ തോട്ടായിരുന്നു. ഞങ്ങൾ വളരെ മുമ്പേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾ വേണ്ടെന്ന്. ഭയങ്കര ബുദ്ധിപരമായ നീക്കങ്ങൾ ഉണ്ടായിരുന്നു. അല്ല, എല്ലാം വളരെ വെൽ പ്ലാൻഡ് ആയിരുന്നു. സോ ഈവൻ ദ ഡിവോഴ്സ് വാസ് എ ഗുഡ് ഡിസിഷൻ ഞങ്ങൾ തമ്മിലെടുത്തത്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. എല്ലാവരുടെ ജീവിതം വേറെ വേറെയാണ്. അതെ, തീർച്ചയായിട്ടും. പക്ഷെ എപ്പോഴെങ്കിലും ചേച്ചിക്കൊരു ഹാർഡ് ടൈം, പേഴ്സണലി ഞാൻ ചോദിക്കുകയല്ല, മേ ബി ഒരു ഇൻസ്പിറേഷണൽ ഹാർഡ് ടൈം ആയിരിക്കാം. കേൾക്കുമ്പോൾ നമുക്കിപ്പോൾ ചിലവരുടെ ഹാർഡ് സ്റ്റോറീസ് കേൾക്കുമ്പോൾ ഭയങ്കര ഇൻസ്പയർ ആയി തോന്നും. അങ്ങനെ എന്തെങ്കിലും ചേച്ചിക്ക് ഉണ്ടായിട്ടുണ്ട്? ഓഫ്കോഴ്സ്, എനിക്കിപ്പോൾ ഹാർഡ്ഷിപ്സ് ലൈഫിൽ ഇഷ്ടം പോലെ എല്ലാവരെ പോലെ ഉണ്ടായിട്ടുണ്ട്. അതിനെ നമ്മൾ എടുക്കുന്ന രീതിയാണല്ലോ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഒരു ഹാർഡ്ഷിപ്പ് എക്സ്പീരിയൻസ് ചെയ്താൽ ഞാൻ അതിനെ നോക്കുന്നത് ഇതിൽ നിന്ന് ഞാൻ എന്താ പഠിക്കേണ്ടതെന്നാണ് നോക്കുന്നത്. അല്ലെങ്കിൽ എന്തിനാ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് പറഞ്ഞ് നോക്കിയിരുന്നത് ഭയങ്കര ഡൗൺ ആവും. നമ്മൾ ഇൻസ്റ്റെഡ് ഇതിൽ നിന്ന് എന്താ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത നെക്സ്റ്റ് പോസിറ്റീവ് സ്റ്റെപ്പിലോട്ടാണ് കയറുന്നത്. ഇതിലെന്തോ നിധി ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണുന്ന ആളാണ് ഞാൻ. അപ്പോൾ എന്ത് നെഗറ്റീവായിട്ട് സംഭവിച്ചാലും ആ നെഗറ്റിവിറ്റിയെക്കാളും കൂടുതൽ ഇതിൽ നിന്ന് ഞാൻ എന്ത് പഠിക്കാം, സോ ദാറ്റ് ഇത് വീണ്ടും റിപ്പീറ്റ് ആവാതിരിക്കാൻ. അപ്പോൾ ലൈഫ് ഡെയിലി ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. ചേച്ചിയുടെ ഫാമിലിയെ കുറിച്ച് പറയോ? അച്ഛൻ, അമ്മ? എന്ത് പറയാനാ, പാവങ്ങളല്ലേ. എൻ്റെ ഫാമിലി ആയി പോയി. അവർ പാവങ്ങളാ. ആക്ച്വലി എൻ്റെ അച്ഛനും അമ്മയൊക്കെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ്, നിഷ്കളങ്കമായിട്ടുള്ള വ്യക്തികളാണ്. അവരുടേതായ നല്ല ഇൻട്രസ്റ്റ്സ് ഒക്കെ ഉള്ള വളരെ ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്. അതാണ്, ഭയങ്കര ബിസിയാണ് രണ്ടുപേരും. എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എപ്പോൾ വിളിച്ചാലും ഒന്നിനും ഒഴിവില്ലാത്ത അത്രയും തിരക്കായിരിക്കും.
സാധാരണ തിരിച്ചെങ്കിലും ചേച്ചിയല്ലേ അയ്യോ, ഞാനാണ് അവരെക്കാളൊക്കെ വളരെയധികം ഫ്രീ ടൈം ഉള്ളത് എനിക്ക്. അച്ഛൻ റിട്ടയർഡ് ബാങ്ക് ഓഫീസറാണ്, പക്ഷെ സ്വന്തമായിട്ട് പുള്ളി ഒരു ട്രെയിനറാണ്, ബിഹേവിയറൽ സയൻസ് ട്രെയിനറാണ്, ട്രാൻസാക്ഷണൽ അനാലിസിസ് ട്രെയിനറാണ്. അപ്പോൾ സോഫ്റ്റ് സ്കിൽസ്, മാനേജീരിയൽ ടീച്ചിങ്. അപ്പോൾ പുള്ളിക്ക് എപ്പോഴും ഫ്രീലാൻസ് ട്രെയിനിങ് തന്നെയുണ്ട്. പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ബാങ്ക്സിൽ തന്നെ ഇപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട്. മുമ്പ് കാത്തലിക് സിറിയൻ ബാങ്കിൽ ഇപ്പോൾ SBIന്ന് ഒരു 35 ഇയേഴ്സ് സർവീസ് കഴിഞ്ഞ് പിന്നെ CSB ബാങ്കിൽ പുള്ളി ട്രെയിനറായിരുന്നു. ഇപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് ട്രെയിൻ ചെയ്യുന്നു. ഭയങ്കര തിരക്കാണ്. അമ്മ ഹോം ബേക്കറാണ്. അപ്പോൾ ആളെപ്പോഴും ഇന്ന് ഇത്രയും ഓർഡേഴ്സ് ഉണ്ട്, എനിക്ക് അതുണ്ട് ഇതുണ്ട്, ഭയങ്കര തിരക്കാണ്. ഈ രണ്ട് തിരക്കും ഇല്ലെങ്കിൽ രണ്ടുപേരും ബേർഡ് ഫോട്ടോഗ്രാഫേഴ്സാണ്. അപ്പൊ അവര് ട്രാവൽ ചെയ്ത് പോയി, അവര് ഭയങ്കര വലിയ ആൾക്കാരാണ്. അത് കൊള്ളാലോ. അതാണ്. അപ്പൊ ഈ സാജൻസ് ബേക്കറി ചെയ്തപ്പോഴേക്കും അമ്മ ഹെൽപ്പ് ഒക്കെ ചെയ്തിരുന്നു? അല്ല, ഞാൻ കണ്ടു വളർന്ന, ഞാൻ ഒരു 3 വയസ്സുള്ളപ്പോ തൊട്ട് അമ്മ ബേക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ കണ്ടു വളർന്നിട്ടുള്ള ഒരു സംഭവമാണ്. അതിനേക്കാളും കൂടുതൽ സാജൻ ബേക്കറിയിൽ എനിക്ക് അത്ര ബേക്ക് ചെയ്യാനുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഇപ്പൊ ഇനി വരാൻ പോകുന്ന പടം അനുരാഗത്തില് ഞാനൊരു ഹോം ബേക്കറിന്റെ റോളാണ് ചെയ്യുന്നത്. അതിന് ഭയങ്കരമായിട്ട് അമ്മ റെഫറൻസ് ആയിരുന്നു. വെരി ഗുഡ്. ബേർഡ് ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യല്ലേ? ഭയങ്കര ആൾക്കാരാന്നേ. എനിക്കൊന്നും കണ്ട, എനിക്ക് എല്ലാം ബേർഡ്സ് ആണ്. ഇവര് ഓരോന്നും ഇത് പേർപ്പിൾ റിംഡ് മറ്റേത് മറിച്ചെന്നൊക്കെ പേരൊക്കെ പറയുന്നു. അവരെ കൂടെ പോയാൽ നമുക്ക് അത്രയൊക്കെ അറിയുള്ളൂ. കാക്ക, കുയില്, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇവര് കറക്റ്റ് ആയിട്ട് ഇത് ഫീമെയിൽ ആട്ടോ, അതിന്റെ മറ്റേത് ഇപ്പൊ ഈ ഷെഡിങ് ഫേസ് ആണെന്നൊക്കെ പറയും. നമ്മൾ ഇവരുടെ കൂടെ പോയാൽ പ്രാന്തായിട്ടുണ്ടല്ലോ. ഈ ബേർഡ് ഫോട്ടോഗ്രാഫേഴ്സിന് ഭയങ്കര പേഷ്യൻസാ. ഇവര് പോയിട്ട് ഇങ്ങനെ ഈ ക്യാമറ വെച്ചോണ്ട് ഇരുന്ന് നമുക്ക് തീരെ പറ്റില്ല. ആ ട്രാവലിംഗിന്റെ അവര് പണ്ട് മുതലേ ട്രാവൽ ചെയ്യോ രണ്ടുപേരും? അവർ ബേർഡ് ഫോട്ടോഗ്രാഫി ആയിട്ടുള്ള ട്രാവലിംഗ്. അവർക്ക് സ്ഥലങ്ങൾ കാണുക എന്നുള്ളതിനേക്കാളും നല്ല ബേർഡ്സ് ഉള്ള സ്ഥലങ്ങളിലേക്ക് പോയി അതിരാവിലെയൊക്കെ പോകണം. അത് വേറെ തരം ട്രാവലാണ്. നമുക്ക് മറ്റേ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ട്രാവലാണ് നമുക്ക് ഇഷ്ടം. അതെ. ഓക്കെ. ഈ ക്ലിനിക്കൽ സൈക്കോളജിയിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? ചേച്ചി മൂവി ചെയ്യുന്ന ടൈമില് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? ഞാൻ സിനിമയിൽ വന്നത് 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ്. ക്ലിനിക്കൽ സൈക്കോളജി ചെയ്തത് ഡിഗ്രിക്ക് എനിക്ക് എന്ത് സെലക്ട് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥ വന്നു. അതായത് 10th സ്റ്റാൻഡേർഡിൽ എൻ്റെ മാഷ് പറഞ്ഞൊരു വലിയ സംഭവമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ഹിസ്റ്ററിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഹിസ്റ്ററി ടീച്ചർ പറഞ്ഞൊരു വലിയ സംഭവമുണ്ട്, അത് എല്ലാവരും കേട്ടിരിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് ഹിസ്റ്ററി ഇഷ്ടമല്ലെങ്കിൽ അതാണ് ഏറ്റവും ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്. എന്ന് വെച്ചാൽ അത് 10th സ്റ്റാൻഡേർഡോടുകൂടെ അതോടെ തീരും. എങ്ങാനും അത് നന്നായി പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അതേ പഠിക്കാൻ കിട്ടൂ. നിങ്ങൾക്ക് ഫസ്റ്റ് എന്താ പറയാ, നമുക്ക് ആ ഗ്രൂപ്പേ കിട്ടുള്ളൂ, ഹിസ്റ്ററി ഉള്ള ഗ്രൂപ്പേ പഠിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആണെങ്കിൽ അത് മാക്സിമം ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പൊ ഞാനത് കിട്ടില്ല. അപ്പൊ പിന്നെ ഹിസ്റ്ററിക്ക് പോകേണ്ടി വരും. അപ്പൊ ഞാൻ ഇത് വളരെ കാര്യമായിട്ട് പേടി പിടിച്ചിട്ട് എനിക്ക് 10th സ്റ്റാൻഡേർഡിൽ ഹയസ്റ്റ് മാർക്സ് ഹിസ്റ്ററിയിലാണ്. അപ്പൊ അത് പോയി കിട്ടി. അപ്പൊ നമ്മളങ്ങനെ സയൻസിന് ജോയിൻ ചെയ്തു. +2 11th and 12th. അപ്പോൾ സിനിമയിലേക്കും വന്നു. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു, ഇനി കുറച്ച് സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റുന്ന കോഴ്സസ് ചെയ്താൽ മതി, ഫങ്ഷണൽ ഇംഗ്ലീഷോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ പറഞ്ഞു. എനിക്കിതിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല. അപ്പം എന്താ പഠിക്കുക, ഇനി 12 വരെ പഠിച്ച ഈ സബ്ജക്ട്സ് ഒന്നും എനിക്കിനി പഠിക്കണ്ട എന്നുള്ള സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നത്, പ്രചോദി നികേതൻ കോളേജ് പുതുക്കാട് ക്ലിനിക്കൽ സൈക്കോളജിയുടെ കോഴ്സ് ഉണ്ട്. അപ്പോൾ അതുവരെ എൻ്റെ അച്ഛൻ ഈ TA ട്രെയിനറും ഇതൊക്കെ ആയതുകൊണ്ട് എനിക്ക് എപ്പോഴും വീട്ടിലെപ്പോഴും ഈ ബോഡി ലാംഗ്വേജ് ഇങ്ങനെയൊക്കെയുള്ള പല I'm okay, you're okay ഇതൊക്കെ പറഞ്ഞ കുറെ ബുക്സ് ഉണ്ടാവും എപ്പോഴും. അപ്പൊ ഞാൻ ഇതൊക്കെ ഇരുന്ന് വായിക്കുമായിരുന്നു. അപ്പൊ സൈക്കോളജി എന്നൊരു സബ്ജക്റ്റ് ഉണ്ടല്ലേ, അത് പഠിക്കാലോ, അങ്ങനെ പോയതാ. വേറെ ഒന്നും പഠിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് സൈക്കോളജിയിലേക്ക് പോയതാ. പക്ഷെ എങ്ങനെ ഉണ്ടായിരുന്നു പഠിച്ചിട്ട്? ബ്രില്യൻറ്റ്. നമുക്ക് എനിക്ക് തോന്നുന്നു ആക്ടേഴ്സിന് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കോഴ്സ് സൈക്കോളജി ആയിരിക്കും. പക്ഷെ ഭയങ്കര ഇതുപോലെ ഇപ്പൊ ക്ഷമ വേണ്ടേ അച്ഛനും അമ്മയും ബേർഡ് ഫോട്ടോഗ്രാഫിക്ക്? ക്ഷമയല്ല, അതിന് വേറെ ലെവൽ സ്കില്ല് വേണം. അതായത് മറ്റുള്ളവരുടെ പ്രോബ്ലംസ് നമുക്ക് നിഷ്പക്ഷമായി നല്ല വാക്ക്, ഇങ്ങനെ വെറുതെ ഇരുന്ന് ന്യൂട്രലായിട്ട് ഇരുന്ന് കേൾക്കാൻ പറ്റണം, നമ്മൾ ഇമോഷണൽ ആവാതെ. അതെനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അല്ല, എന്റെ ചില ഫ്രണ്ട്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത് പഠിക്കുന്നവരെ നമ്മളിങ്ങനെ കുറെ പേരുടെ കേട്ട് ലാസ്റ്റ് നമ്മൾ കൗൺസിലിങ്ങിന് പോകേണ്ട അവസ്ഥയാവും. തീർച്ചയായും. ഏറ്റവും കൂടുതൽ സൂയിസൈഡ് റേറ്റ് ഉള്ള പ്രൊഫഷൻ എന്ന് പറയുന്നത് സൈക്കോളജിയാണ്.
ഏറ്റവും കൂടുതൽ സൂയിസൈഡ്സ് കമ്മിറ്റ് ചെയ്യുന്നത് സൈക്യാട്രിസ്റ്സ് ആണ്.